ഹലോ നമസ്കാരം. ഞാനേ ഒരു കാര്യം പറയാനായിട്ടാണ് വന്നത്. എന്നും ഓരോ കാര്യം പറയാനായിട്ടാണ് വരുന്നതെന്ന് നിങ്ങൾ കരുതുന്നത്. പക്ഷേ ഇതൊരു സീരിയസ് കാര്യമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണേ. സീരിയസ് കാര്യമെന്ന് വെച്ചാൽ നമ്മളൊക്കെ കഴിക്കുന്ന എല്ലാ ഭക്ഷ്യ വിഭവങ്ങളിലും, നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡിലും വിഷമുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു വിഷം അടങ്ങിയിട്ടുണ്ട്. നമ്മളൊക്കെ രോഗികളാവും, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രോഗികളാവും എന്നൊക്കെ നമുക്കറിയാം അല്ലേ. അപ്പോൾ കഴിവതും നമ്മൾ അങ്ങനെ അല്ലാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. കഴിവതും ഞാൻ പറയാൻ പോകുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ആ ഭക്ഷ്യവിഭവങ്ങളിൽ ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരെന്ന നിലയിൽ നമ്മുടെ കാര്യം കൂടി പറയാം. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ വൈകുന്നേരം ഇരുന്നിട്ട് ഇന്ന് ഞാനൊരു വാർത്ത കണ്ടതിൻ്റെ ഇതിൽ ഞാൻ കണ്ടതിന് പ്രകാരമാണ് ഞാൻ സംസാരിക്കുന്നത്. ഭക്ഷ്യവിഭവങ്ങളിലെ പലതരത്തിലുള്ള വിഷാംശമുള്ള അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ കറി പൗഡറുകളിൽ എത്തിലീൻ ആസിഡ് എന്ന് പറയുന്ന ഒരു സാധനം, ഒരു രാസപദാർത്ഥം അടങ്ങിയിട്ടുണ്ട് കറി പൗഡറുകളിലാണ്. പ്രമുഖ രണ്ട് കമ്പനികളെ പത്രത്തിൽ കണ്ട വാർത്ത അല്ലെങ്കിൽ ന്യൂസിൽ കണ്ട വാർത്തയാണ് കേട്ടോ. പ്രമുഖ രണ്ട് കമ്പനികളെ ഇതിൽ നിന്നിട്ട് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള സിംഗപ്പൂരും ഹോങ്കോങ്ങിലും ഒക്കെയുള്ള ഭക്ഷ്യസുരക്ഷയുടെ പരിശോധനയിലാണ് ഈ കറി പൗഡറുകൾ എടുക്കുകയും ഇതിൽ ഈ എത്തിലീൻ ഓക്സൈഡ് വരികയും ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ എത്തിലീൻ ഓക്സൈഡ് എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ആ രാസപദാർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ പശ, സർഫ് പോലുള്ള സംഭവം, നമ്മളെ സോപ്പ് അല്ലെങ്കിൽ സർഫ്, പശ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിലൊക്കെ അടങ്ങിയിട്ടുള്ള വരുന്ന സംഭവമാണ് ഇതൊരു ഹോസ്പിറ്റലുകളിലെ അണുനശീകരണം അങ്ങനെ പല കാര്യത്തിനും ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഈ എത്തിലീൻ ഓക്സൈഡ് എന്ന് പറയുന്ന സാധനം. ഇത് നമ്മുടെ കറി പൗഡറുകളിൽ അടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞ ആ കാര്യം നിങ്ങളോട് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നിയേ. സീരിയസ് ആയിട്ടിരുന്ന് സംസാരിക്കുകയാണ് കേട്ടോ. സീരിയസ് ആയിട്ട് പറയാൻ കാരണം, കഴിഞ്ഞ 7 വർഷമായിട്ട് നമ്മൾ ഫുഡിൻ്റെ ലോകത്താണ്. നമ്മൾ നൈമിത്ര എന്ന് പറയുന്നത് നമ്മുടെ അച്ചാറുകളാണ് ആദ്യം ഉണ്ടാക്കി തുടങ്ങിയ സമയത്ത് തന്നെ ഇനി മസാലകൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് തോന്നി തുടങ്ങിയത് ഒരു 2020 2020 തൊട്ട് നമ്മൾ മസാലകളൊക്കെ ഉണ്ടാക്കി തുടങ്ങി. 2018 അച്ചാറുകൾ തുടങ്ങിയത്. 2020 സാമ്പാർ മസാല, രസം മസാല, ഫിഷ് മസാല, ഗരം മസാല, ചിക്കൻ മസാല, ബിരിയാണി മസാല, ഫിഷ് മസാല, ചട്നിപ്പൊടി, തേങ്ങാ ചമ്മന്തിപ്പൊടി, ചെമ്മീൻ ചമ്മന്തിപ്പൊടി, നെത്തോലി ചമ്മന്തിപ്പൊടി, അങ്ങനെയുള്ള ഡ്രൈ ആയിരിക്കുന്ന ഐറ്റംസ്, പിന്നെ ചിക്കൻ കാന്താരി, ബീഫ് ഇടിയിറച്ചി എന്നിവയൊക്കെ ഈ ഡ്രൈ ആയിരിക്കുന്ന ഐറ്റംസാണ്. നമ്മുടെ ഈ ലിക്വിഡ് ഐറ്റംസ് എന്ന് പറയുന്നത്, ലിക്വിഡായിട്ടുള്ള ഐറ്റംസ് നമ്മുടെ അച്ചാറുകൾക്ക് ചിലപ്പോൾ ഒരു 2 മാസമൊക്കെ കഴിയുമ്പോൾ ടേസ്റ്റ് മാറാറുണ്ട്. 2-3 മാസമൊക്കെ കഴിയുമ്പോൾ ടേസ്റ്റ് മാറാറുണ്ട്. നമ്മുടേതാണ് ഞാൻ പറയുന്നത്. മനുഷ്യർക്ക് ആയുസ് ഉണ്ടാവണം, നമ്മുടെ സാധനങ്ങൾക്ക് ആയുസില്ല എന്നതാണ് നമ്മുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. അപ്പോൾ 1.5 മാസം 2 മാസമൊക്കെ കഴിഞ്ഞ് ചിലർ അച്ചാർ വാങ്ങിയിട്ട് ചേച്ചി ഒരു ടേസ്റ്റ് കുറവുണ്ടായിരുന്നു, ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയും, തീർച്ചയായിട്ടും 2 മാസമായി കേട്ടോ, നിങ്ങളത് മനസ്സിലാക്കണം എന്ന് ഞാൻ പറയാറുണ്ട്. ഫ്രഷ് ആയിട്ടിരിക്കുമ്പോൾ 1 മാസത്തിനകം കിട്ടുമ്പോൾ നല്ല സൂപ്പറായിട്ടിരിക്കും അച്ചാറുകൾ, പിന്നെ അതിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ ഈ മാർക്കറ്റിൽ 1 വർഷം, അപ്പം നമ്മളിപ്പോൾ ഇവിടെ നിന്നിട്ട് അയക്കുന്ന അച്ചാറുകളാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങൾ, പുറം രാജ്യങ്ങളിൽ ഇരിക്കുന്ന ഈ അച്ചാറുകളൊക്കെ 1 വർഷം 1.5 വർഷമൊക്കെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കണം അത് അങ്ങനെ എങ്ങനെയാണ് അവരത് ഇരുത്തുന്നത് എന്ന്. ഒരാൾ നമ്മളോട് സംസാരിച്ചിരുന്നു, അപ്പോൾ നിങ്ങളുടെ ഈ പ്രോഡക്റ്റുകൾക്ക് ആയുസില്ല, നമുക്ക് ഗൾഫിൽ കൊണ്ടുപോയി അങ്ങനെ വിൽക്കാനൊന്നും പറ്റില്ല എന്നവർ പറഞ്ഞതിന് പ്രകാരം ഞാനിങ്ങനെ ആലോചിക്കാൻ തുടങ്ങിയാണ്. എന്തുമാത്രം ഒരാളിനെ രോഗാവസ്ഥയിലേക്ക് തള്ളിവിടാനായിട്ട് ഈ ഭക്ഷണ സാധനങ്ങൾക്ക് പറ്റും. അച്ചാറുകളൊക്കെ ദൈനംദിനം ഇങ്ങനെ ഉപയോഗിച്ച് ആരും കഴിക്കില്ലായിരിക്കാം, പക്ഷേ പുറത്തൊക്കെയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു ആശ്വാസമായിരിക്കും അച്ചാറുകളെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ എന്ത് അച്ചാറുകൾ, മാങ്ങയച്ചാറാണെങ്കിലും നാരങ്ങയച്ചാറാണെങ്കിലും ഏതച്ചാറായാലും 2-3 മാസം കഴിയുമ്പോൾ നമ്മുടെ അച്ചാറുകളുടെ ടേസ്റ്റ് മാറാറുണ്ട്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ ഡ്രൈ ഐറ്റംസ്, ഈ ചമ്മന്തിപ്പൊടികൾ, ഈ സാമ്പാർ മസാല, രസം മസാലയൊക്കെ തുടങ്ങിയ മസാലകൾ, കറി പൗഡറുകൾ, അതിന് യാതൊരുവിധ മാറ്റവും ടേസ്റ്റ് വ്യത്യാസവും അതിന് വരാറില്ല. അതിന് ഒരു പ്രശ്നവും വരാറില്ല. നമുക്ക് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ബോട്ടിലാക്കി വെച്ചേക്കാം, 1 വർഷം വരെയൊക്കെ അത് ഇരുന്നോളും, ഒരു പ്രശ്നവുമില്ല. സാമ്പാർ മസാലയൊക്കെ നമ്മൾ അങ്ങനെ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്.
നമ്മുടെ സാമ്പാർ മസാല തന്നെയാണ് ഉപയോഗിക്കുന്നത്. വാങ്ങിക്കുന്നവരെല്ലാവരും ഇഷ്ടമായെന്ന് പറഞ്ഞിട്ട് പിന്നെയും വാങ്ങിക്കുന്നുണ്ട്. എല്ലാ മസാലകളും നമ്മുടെ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നമ്മളാൽ കഴിയുന്ന വിധം വൃത്തിയായി തന്നെയാണ് ഉണ്ടാക്കുന്നത്. യാതൊരു തരത്തിലുള്ള മായവുമില്ല. പക്ഷേ ഇവർ ഈ മസാലകളിൽ വെച്ചേക്കുന്നതിൽ ഈ എത്തിലീൻ ഓക്സൈഡൊക്കെ ചേർക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 2 പ്രമുഖ കമ്പനികളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 24-ൽ വന്ന ഒരു ന്യൂസാണ് ഞാൻ കണ്ടത്. അതുപോലെ തന്നെ പത്രത്തിലും. അപ്പോൾ ഈ ഒരു സംഭവത്തെക്കുറിച്ച് നമ്മളിങ്ങനെ നന്നായിട്ട് ആലോചിക്കണം. കറി പൗഡറുകൾ, അപ്പോൾ എല്ലാവരും വിചാരിക്കും കറി പൗഡറുകളൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു കാരണവശാലും ഇത് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് ഈ മസാലകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ സമയം ഉണ്ടാവില്ല. ഇപ്പോൾ ഈ മസാലകൾ ഇരിക്കുകയാണെങ്കിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചിക്കൻ വയ്ക്കാൻ പറ്റും അല്ലേ? അപ്പോൾ നിങ്ങളെന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ദീജയെ പോലെ നൈമിത്ര എന്ന് പറയുന്ന ഞങ്ങളുടെ ബ്രാൻഡിനെ പോലെ ഒരുപാട് സഹോദരിമാർ ഈ വീടുകളിൽ ഉണ്ടാക്കുന്നുണ്ട്. പ്രൊഫഷണലായി ഭയങ്കര ബ്രാൻഡായി പ്രമുഖ ബ്രാൻഡഡ് കമ്പനിയായി അങ്ങനെ അല്ലാതെ ഒരുപാട് പേരുണ്ടാക്കുന്നുണ്ട്. അവരുണ്ടാക്കുന്ന ഒരു മസാലകളിലും മായം ചേർക്കില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മളത് ചെയ്യുന്നില്ലല്ലോ. അതുപോലെ തന്നെ ആയിരിക്കും അവരും എന്നാണ് ഞാൻ കരുതുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയൊരു സൂപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാളിലൊക്കെ പോയി അല്ലെങ്കിൽ ഒരു ലുലുവിലോ അങ്ങനെയൊക്കെ പോയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പം ഈ കുറഞ്ഞ സാധനം ഇരിക്കുമ്പോൾ നമ്മൾ മാറ്റി വയ്ക്കും. നമ്മൾ കൂടിയ സാധനങ്ങൾ ബ്രാൻഡഡ് സാധനങ്ങളാണ് നോക്കുന്നത്. ഈ ബ്രാൻഡഡ് സാധനങ്ങളിൽ ഇവരിങ്ങനെ മായം കലർത്താൻ തുടങ്ങിയാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് ബഹിഷ്കരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാനൊരു അച്ചാറിട്ട് കൊടുത്ത് ജീവിക്കുന്ന ഒരാളെന്ന നിലയിലാണ് പറയുന്നത്. ഇപ്പോഴും പറയുന്നു 3 മാസത്തിൽ കൂടുതൽ ഒരു അച്ചാറും നമ്മുടെ അച്ചാറുകൾ ഇരിക്കില്ല. 3 മാസം തന്നെയാണ് കാലാവധി ഇപ്പോൾ വരെയും. ഇനി ഞാൻ അതിൻ്റെ പരീക്ഷണം നടത്തണം, അത് പഠിക്കണം, പരീക്ഷണം നടത്തണം എന്നൊക്കെ വിചാരിക്കുന്നു. ഈ ധാരാളമായി വെളുത്തുള്ളി ഉപയോഗിക്കുന്ന ഒരച്ചാറുകളും ടേസ്റ്റ് മാറാതിരിക്കില്ല, ടേസ്റ്റ് മാറുക തന്നെ ചെയ്യും. അങ്ങനെയൊക്കെയാണ് പല കാര്യത്തിലും നമുക്കുള്ള അറിവുകൾ. ഞാൻ അച്ചാറിടാൻ തുടങ്ങിയ സമയത്ത് എന്നോട് ഒരു ചേച്ചി എനിക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആ പ്രകാരം ഒരു 2019 വരെയൊക്കെ ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ മാറ്റിയിട്ട് നമ്മളുടെ ഒരു ശൈലി അതിൽ കൊണ്ടുവന്നു. മാങ്ങയച്ചാറിലൊന്നും വെളുത്തുള്ളി ചേർക്കുകയേ ചെയ്യരുത്. 1 മാസത്തിൽ കൂടുതൽ വെച്ചേക്കുന്ന മാങ്ങയച്ചാറുകളൊന്നും വെളുത്തുള്ളി പോലുള്ള സംഭവങ്ങൾ ചേർക്കരുത്. നാടൻ രീതിയിൽ ഉള്ള അച്ചാറുകൾ ഉണ്ടാക്കി പച്ചവെള്ളം ഒട്ടും തൊടാതെ, ഒരു ശകലം പോലും പച്ചവെള്ളത്തിൻ്റെ ഈർപ്പം തട്ടാതെ, പച്ചമുളക് അധികം വാരിയിടാതെ ചേർക്കാതെയൊക്കെ ഉണ്ടാക്കിയ അച്ചാറുകൾ നല്ല ടേസ്റ്റായിട്ടിരിക്കും. നാരങ്ങ അച്ചാറിലൊക്കെ ഉലുവാപ്പൊടി അധികം വാരിയിടാതെ ഒക്കെ ചെയ്താലിരിക്കും. അങ്ങനെയാണ് മായമില്ലാത്ത അച്ചാറുകളും മസാലകളും ഒക്കെ ഉണ്ടാക്കുന്നത്. ഒരു പ്രശ്നവുമില്ല. അപ്പോൾ അങ്ങനെയുള്ളവരിൽ നിന്ന് നിങ്ങൾ വാങ്ങണം. ഇപ്പോൾ ഞാൻ പറയുമ്പോൾ ഇതൊരു കച്ചവടമാണോ ഇതൊരു പരസ്യമാണോ എന്ന് നിങ്ങൾ കരുതും. തീർച്ചയായിട്ടും പരസ്യമാണ്. ഞാൻ പറയുന്നത് ഈ ഒരു അറിവിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനോടൊപ്പം ഞാൻ പറയുന്നത് നൈമിത്രയുടെ പരസ്യവും കൂടിയാണ്. നിങ്ങളുടെ അച്ചാർ പൊടിയില്ല, കറി പൗഡറുകൾ ഏത് വേണമെങ്കിലും പറഞ്ഞോളൂ. ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുത്തിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കണം. ഒരു തരത്തിലുള്ള മായവുമില്ല, ഇതുപോലുള്ള രാസപദാർത്ഥങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പ് തരികയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ 2018 തുടങ്ങി 2024 വരെ ആയിട്ട് ഞങ്ങളുടെ കുടുംബം ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മളുടെ ഒരു അത്താണി എന്ന് പറയുന്നത്. ഒരു ജോലി എല്ലാവർക്കും ആവശ്യമാണല്ലോ. അപ്പോൾ എൻ്റെ വലിയ ആഗ്രഹമാണ് എനിക്കൊരു ഞാൻ ഈ താമസിക്കുന്ന വീട് വാടകയ്ക്കാണ്. പുതിയതായിട്ട് വന്ന ആൾക്കാർത്താണ് പറയുന്നത്. എനിക്ക് സ്വന്തമായിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു വീട്, എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു വീട്. ആ വീട്ടിൽ എനിക്ക് പറ്റുന്ന രീതിയിലെല്ലാം ചെയ്യാൻ പറ്റണം. കാരണം അമ്മയ്ക്കൊക്കെ പ്രായമാകുന്നു. നമ്മൾ ഈ വാടക വീട്ടിലൊക്കെ നമുക്ക് ടോയ്ലറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ കുളിക്കുന്നതൊക്കെ പാടാണ്. അങ്ങനെ പറയുമ്പോൾ ചിലർ ചോദിക്കും എന്താണ് പ്രശ്നമെന്ന് വെച്ചാൽ ഞാൻ വീൽ ചെയറിലാണ്. അതൊരു സഹതാപത്തിൻ്റെതാണോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അല്ല. സഹതാപത്തിന് വേണ്ടിയിട്ടല്ല പറയുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിലോട്ടൊക്കെ നമുക്ക് എത്താൻ പറ്റണമെങ്കിൽ നമ്മുടെ ഈ നൈമിത്ര ഒരുപാട് പേരിലെത്തി നമുക്ക് അത് വളർച്ചയിലേക്ക് പോകണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് മാത്രമാണ്. ബ്രാൻഡഡ് സാധനങ്ങൾ, മാളുകളിൽ പോയി ബ്രാൻഡഡ് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നാടൻ ഹോം മെയ്ഡ് സാധനങ്ങൾ, കറി പൗഡറുകളും അച്ചാറുകളൊക്കെ ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതുപോലെ നമ്മളെ നമ്മൾ വഞ്ചിതരാകരുത്. വഞ്ചിക്കുന്ന ഏത് ബ്രാൻഡായാലും അതിന് നമ്മൾ കൂടുതൽ മുൻതൂക്കം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവരോടും ഇന്നത്തെ ദിവസത്തിൽ എനിക്ക് ഒരുപാട് സ്നേഹമുണ്ട്, ഒത്തിരി ഇഷ്ടവുമുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക കേട്ടോ. വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കറി പൗഡറുകൾ ഇതാണ്. ഈ കറി പൗഡറുകളിൽ യാതൊരുവിധ മായവും ചേർക്കേണ്ട ആവശ്യമില്ല. അത് അവർ ചേർത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ അഹങ്കാരം തന്നെയാണ്. അച്ചാറുകൾ 3 മാസത്തിൽ കൂടുതൽ ഇരിക്കില്ല. അതുകൊണ്ടായിരിക്കാം ആൾക്കാർ ചേർക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. പിന്നെ നമ്മൾ ശാസ്ത്രീയമായിട്ട് അച്ചാറുകൾ ഉണ്ടാക്കാൻ പഠിച്ചിട്ട് അച്ചാർ ഉണ്ടാക്കുന്നവരല്ല കേട്ടോ. നമ്മുടെ രീതിയിൽ നമ്മൾ തന്നെ സ്വയം പഠിച്ചിട്ടുള്ളതാണ്. അതിൽ നിന്ന് മനസ്സിലാക്കിയതാണ് ഈർപ്പമില്ലാത്തത് എന്തുണ്ടാക്കിയാലും 3 മാസം വരെ ഇരിക്കും. ഈർപ്പം തട്ടിയാൽ തീർച്ചയായിട്ടും ഫംഗസ് വരും.
ചിലർ പറയും വിനാഗിരി ഒഴിച്ചാൽ മതിയാവും. തീർച്ചയായിട്ടും വിനാഗിരി ഒഴിച്ച് അച്ചാർ ഉണ്ടാക്കിയാലൊന്നും ഇരിക്കത്തില്ല. വിനാഗിരി അടിക്കുന്നത് അതിൻ്റെ നമ്മൾ സാധാരണ വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആ ചെറിയ ആസിഡിൻ്റെ ഒരു അംശം ഉള്ളത് കൊണ്ട് പൂപ്പൽ വരില്ല എന്നാണ് കാര്യം. നമ്മൾ വിനാഗിരിയൊക്കെ കുറച്ചാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് അത് ഇരിക്കുന്നത്? അപ്പോൾ വിനാഗിരി ഒരു കാരണവശാലും വിനാഗിരിയും നമ്മുടെ പൂപ്പലിനെ തടയുന്നതല്ല. അതൊക്കെ ശ്രദ്ധിക്കുക. ടേസ്റ്റുകൾ മാറാൻ മാത്രം ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ് ഈ പ്രിസർവേറ്റീവ്സ് എല്ലാം. അതുകൊണ്ട് അതെല്ലാം മാറ്റിയിട്ട് നാടൻ രീതിയിൽ ചെയ്ത് നോക്കുക. അപ്പോൾ ഒരുപാട് സ്നേഹവും ഒത്തിരി ഇഷ്ടവും. ദിജ ബൈ.